ഹായ് ഫ്രണ്ട്സ്, ദീപാസ് ഡെല്ലി ഡയറിയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. ഇവിടെ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പൈസി ആയിട്ടുള്ള മഷ്റൂം ബിരിയാണിയാണ്. അതിനായി ഞാനിവിടെ 2.25 കപ്പോളം ബാസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരി 3-4 തവണ നല്ലതുപോലെ കഴുകി 20 മിനിറ്റോളം നമുക്ക് നല്ല വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കാം. അതിനായി ഞാനിവിടെ 250 ഗ്രാമോളം മഷ്റൂമാണ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 3 ഉള്ളിയും 1 തക്കാളിയും 5-8 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ തുണ്ട് ഇഞ്ചിയും 5-8 പച്ചമുളകുമാണ്. ഇഞ്ചി, വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് എല്ലാം നമുക്ക് ചതച്ച് കൊണ്ടുവരാം. അതുപോലെ ഉള്ളിയും കട്ടിംഗ് ബോർഡിൽ വെച്ച് നീളത്തിൽ മുറിച്ച് കൊണ്ടുവരാം. ഉള്ളി നീളത്തിൽ മുറിച്ചിട്ടും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചിട്ടും അതുപോലെ ഒരു തക്കാളി ചതുരക്കഷ്ണങ്ങളായി മുറിച്ചും തയ്യാറായി കൊണ്ടുവന്നിട്ടുണ്ട്. മഷ്റൂമും അതുപോലെ കണ്ടോ, ഇതേ രീതിയിൽ എല്ലാവരും മുറിക്കൂ. വേണമെങ്കിൽ 4 പീസും ആക്കാം. ഞാനിവിടെ 2 പീസാണ് ഒരു മഷ്റൂമിനാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. 5 ലിറ്ററിൻ്റെ കുക്കർ ഞാനിവിടെ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ 2 സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ ഞാൻ റിഫൈൻഡ് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ഏലക്കായും അതുപോലെ പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള മസാലയൊന്നും ഞാൻ അങ്ങനെ തന്നെ ഇടുന്നില്ല. ഞാനിവിടെ ഗ്രാമ്പു ചേർക്കുന്നില്ല, മസാലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ബിരിയാണി മസാലയായിട്ട് തന്നെ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പട്ടയും അതുപോലെ തന്നെ ഏലക്കായും എല്ലാം തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഞാൻ തക്കാളി കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 1/4 സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്തുമ്പോൾ ബിരിയാണിക്ക് നല്ലൊരു കളർ കൂടെ കിട്ടും. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടി ഞാൻ അധികം ചേർത്തുന്നില്ല, കാരണം ഇവിടെ ഞാൻ പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റാണ് ഞാനിവിടെ ചേർത്തി കൊടുക്കുന്നത്. അതിലും അത്യാവശ്യം എരിവുണ്ട്. ഇനി നാരങ്ങ നീര് കൂടെ ചേർത്തി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഈ പേസ്റ്റിൽ കൂടുതലും പുതിനയിലയാണ്, മല്ലിയില വളരെ കുറവേ ഉള്ളൂ. ഇനി മുറിച്ച് വെച്ചിരിക്കുന്ന കൂണ് അഥവാ മഷ്റൂമും കൂടെ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂണും നല്ലതുപോലെ ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിനാവശ്യമുള്ള ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ തയ്യാറാക്കാം. ഇവിടെ ഞാൻ 3 കപ്പാണ് വെള്ളം എടുക്കുന്നത്. വെള്ളം കൂടിപ്പോയാൽ നമ്മുടെ ബിരിയാണി കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ചൂടാക്കിയിട്ടും ഒഴിക്കാം. ഞാൻ പിന്നെ ചൂടാക്കാറില്ല. കൂണ് ഒത്തിരി വലിയ പീസാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് 4 പീസായിട്ട് ഇടാം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. അതിനുശേഷം നമുക്ക് ഇനി ഞാൻ 1.5 സ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ല തിള വരട്ടെ. ഇനി ബാസ്മതി റൈസ് നമുക്ക് നല്ലതുപോലെ കഴുകി കുതിർത്തി വെള്ളമൊക്കെ പാരാൻ വെച്ചിരിക്കുന്ന അരി അതിലോട്ടിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് ഉപയോഗിച്ച് അടച്ച് ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ബിരിയാണി നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ച് മാത്രം ഇളക്കുക, അല്ലെങ്കിൽ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം ബിരിയാണി ആണിത്. തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കൂട്ടുകാരെ.
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.